കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിസര ശുശ്രൂഷ കേവലം 3.5 വർഷക്കാലമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 33-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. 3.5 വർഷക്കാലമാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ നടത്തി. അത് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശ്രേഷ്ഠായ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 9-ാം അധ്യായം 28-ാമത്തിൽ, അതായത് അപ്പോസ്തലനായ ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ പ്രവചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം പ്രവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. ക്ഷണത്തിൽ തീർക്കുന്നത് 3.5 വർഷം കൊണ്ടാണ്. കേവലം 3.5 വർഷം കൊണ്ട് തൻ്റെ 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവ് തൻ്റെ വചനത്താൽ ലോകത്തെ രക്ഷിക്കുവാനുള്ള തൻ്റെ പദ്ധതിയുടെ ആവിഷ്കാരം കർത്താവ് നടത്തിക്കഴിഞ്ഞു. 3.5 വർഷം കൊണ്ട് തൻ്റെ ശിഷ്യന്മാരുമായി കർത്താവിൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് കർത്താവ് കൂടുതലായിട്ട് ഇടപെട്ടതും പെരുമാറിയും. അവരെയാണ് തൻ്റെ മർമ്മങ്ങളും രഹസ്യങ്ങളും, എന്നാൽ എല്ലാ രഹസ്യങ്ങളും മർമ്മങ്ങളും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചോ ഇല്ല. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളിൽ വരും, അവൻ കാര്യസ്ഥൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് സകലതും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ട് കർത്താവ് അവർക്ക് കടന്നുകൊണ്ട്, നിങ്ങൾ ഡോണ്ട് ലീവ് ദിസ് പ്ലേസ് നോട്ട് മോർ ദാൻ മെനി ഡേയ്സ് ഫ്രം ടുഡേ യു വിൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ ഉയർപ്പിന്, കർത്താവിൻ്റെ ആ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിൻ്റെ ആ സ്വർഗാരോഹണ സമയത്ത് കർത്താവ് അവർ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കണ്ട, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് നിങ്ങളെ സകലതും നിങ്ങളെ ബോധ്യപ്പെടുത്തും, നിങ്ങളെ അറിയിക്കും. പരിശുദ്ധാത്മാവ് അവരെ വന്ന് ഒരു ബോധ്യപ്പെടുത്തി, അവർക്ക് മനസ്സിലാക്കി വചനത്തിൻ്റെ ആഴങ്ങളും സത്യങ്ങളും അവർ മനസ്സിലാക്കി. അത് പറയാം, കർത്താവ് ശിഷ്യന്മാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നും അവരുമായി 3.5 വർഷക്കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവരുമായി സംസാരിക്കുന്നതിൻ്റെ കാതലായ ഒരംശം മറ്റൊന്നുമല്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ എൻ്റെ വചനം അറിയുമ്പോൾ സത്യം നിങ്ങളറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുക, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിങ്ങൾ വളരുക, എൻ്റെ വചനത്തിൽ നിലനിൽക്കുക, എൻ്റെ സ്നേഹത്തിൽ വസിക്കുക, എന്നിൽ വസിക്കുക. ഈ 3 കാര്യങ്ങളാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്. ശിഷ്യന്മാരോട് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കത്തില്ല. വചനമാണ് അതിൻ്റെ കാതലായത്. നിങ്ങൾ വചനത്തിൽ നിലനിൽക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാത്തിലുള്ള മൂർച്ചയേറിയ വാളാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമുക്കില്ലെങ്കിൽ നമുക്ക് പോരാടുവാൻ സാധിക്കത്തില്ല. നമുക്ക് ജഡരക്തങ്ങളോടാണ് പോരാട്ടം. പൗലോസപ്പോസ്തലൻ പറഞ്ഞത്, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്? ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ അന്തരീക്ഷ ശക്തിയോടും സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രയും നമുക്ക് എതിർക്കാനുള്ളത്. അതിന് നമുക്ക് വചനമല്ലേ നമ്മൾ എങ്ങനെ എതിർക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ സാത്താനോട് നമ്മൾ പോരാടുന്നത്, അത് നമുക്ക് വചനമില്ല, വചനമില്ലാത്തവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വചനമില്ലാത്തവൻ ബന്ധനത്തിലിരിക്കുവൻ. ദൈവത്തിൻ്റെ വചനമറിയുമ്പോൾ അവൻ സത്യമറിയും. സത്യമറിയുമ്പോൾ അവൻ സ്വതന്ത്രനാകും. ഇന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഓരോരുത്തരും അത് അവരുടെ വിശ്വാസം എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്ക് അങ്ങനെ അത് തത്വചിന്തകളുടെയും ആചാരത്തിൻ്റെയും അനുഷ്ഠാനങ്ങൾ പൈതൃകമായി വന്നിരിക്കുന്ന ആ രീതികളുടെയൊക്കെ അനുഷ്ഠാനത്തിൽ മനുഷ്യർ ഒത്തിരി കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയും ഇത് വിശ്വാസമാണെന്ന് പറയും. പക്ഷേ അത് വിശ്വാസമല്ല, അത് ബന്ധനമാണ്. ബന്ധനത്തിനെടുക്കണം ഇത് ചെയ്ത്. ബന്ധനത്തിലിരിക്കുന്നവരോട് കർത്താവ് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്, ബന്ധനത്തിലിരിക്കുന്നവരോട് വളരെ വ്യക്തമായിട്ട് കർത്താവ് ആ ബന്ധനത്തിരിക്കുന്ന വ്യക്തിയോട് പറയുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ കർത്താവ് പറയുന്നതാണ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിലും
ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങളും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്ന ചട്ടങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്തല്ലേ? നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്തേ? ഇവയെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. അത് ഒരിക്കലും അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ള ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ഇതൊക്കെ അനുഷ്ഠാനങ്ങളാണ്. കഥ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ നിങ്ങൾ മനുഷ്യരെ പോലെ മനുഷ്യൻ്റെ ഉപദേശങ്ങൾക്ക് നിങ്ങൾ അനുസരിക്കുന്നത് പിടിക്കരുത്, തുടരരുത്, രുചിക്കരുത്. നിങ്ങൾ കർത്താവിനോട് കർത്താവ് രാത്രി തൻ്റെ അടുത്തേക്ക് വന്ന നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു എന്താണ്? ആത്മാവിൽ ജീവിച്ചവരെല്ലാം ഇതുപോലെ കാറ്റ് എവിടേക്കാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നും ആർക്കും അറിയാൻ സാധിക്കത്തില്ല. ആത്മാവിൽ ജനിച്ചവനെങ്ങനെ അവനൊരു നിബന്ധനമില്ല, അവൻ സ്വതന്ത്രനാണ് എന്നാണ് കർത്താവ് പരിശുദ്ധാത്മാവിനോട്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നമുക്കൊരു നിബന്ധന, കർത്താവിൽ ജനിച്ചു, കർത്താവിലൊരു സ്നാനമേറ്റു, കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമെന്ന് ഈ ലോക സംബന്ധമായ നിബന്ധന, അവൻ സ്വതന്ത്രനാണെന്നാണ് പറയുന്നത്. അതാണ് കർത്താവ് അത് അനുഭവിച്ച തൻ്റെ ദാസന്മാരോട് പിന്നെ പറയുന്നുണ്ട്. യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കിട്ടും. ഈ അതായത് ഈ ദാസന്മാർ, നമ്മുടെ കർത്താവ് യജമാനനാണെങ്കിൽ നാം അവൻ്റെ ദാസന്മാരാണ്. നാം അവൻ്റെ സ്വർഗീയ പിതാവാണെങ്കിൽ നാം അവൻ്റെ മക്കളാണ്. അവൻ്റെ പ്രജയാണെങ്കിൽ അവൻ നമ്മുടെ രാജാവാണ്. ഇതാണ് ആ ബന്ധത്തിൻ്റെതായ പ്രത്യേകത. ഇതാണ് കർത്താവ് തൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്. അവൻ പിതാവാണ്, നമ്മുടെ യജമാനനാണ്, നമ്മുടെ രാജാവാണ്. തൻ്റെ ശിഷ്യന്മാർക്ക് അതെല്ലാം മനസ്സിലാകുകയും ചെയ്തു. അതുപോലെയാണ് പ്രവർത്തിക്കുകയും ചെയ്തത്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് തന്നെയല്ല, അത് കാരണം എന്താണ്? വളരെ അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായി ചെയ്തവന് കുറേ അടി കൊള്ളും. അറിയാതെ കണ്ടവൻ ചെയ്തതാണെങ്കിൽ വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. കർത്താവിൻ്റെ ആ ദാസത്വം, കർത്താവിൻ്റെ ആ പിതാവിൻ്റെയും തൻ്റെ മകനെയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെക്കുറിച്ചാണ് കർത്താവ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവൻ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? പ്രിപ്പയർ എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ പ്രീ പ്രയർ. പ്രാർത്ഥനയ്ക്ക് പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്, ഇൻ ഫ്രണ്ട് ഓഫ് പ്രയർ. പ്രാർത്ഥന എന്നാണ് അർത്ഥം. പ്രിപ്പയർ ചെയ്യാൻ പ്രാർത്ഥനയേ ഉള്ളൂ. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കുക. അല്ലാതെ കർത്താവിൻ്റെ ഇഷ്ടം അറിയാനും കർത്താവിൻ്റെ ഇഷ്ടം നമ്മളോട് ഇഷ്ടമെല്ലാം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ തന്നു. കർത്താവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് കർത്താവ് നിങ്ങൾ എൻ്റെ വചനത്തിൽ ഇരിക്കുന്നു. കർത്താവിൻ്റെ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കുക. കർത്താവിൻ്റെ വചനത്തിന് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. കർത്താവ് സ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളെ തമ്മിൽ സ്നേഹിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാന്മാർ കർത്താവിൽ വസിക്കുന്നത് തന്നെയാണ് പറയുന്നത്. അതാണ് കർത്താവിന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തൻ്റെ ദാസനോട് കർത്താവ് പറഞ്ഞ് അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. കർത്താവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. അവന് വേണ്ടി ഒരുങ്ങുന്ന ഹൃദയം നമുക്കുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. അതിനുവേണ്ടി ഒരുങ്ങുന്ന ഹൃദയം നമുക്കുണ്ടോ? കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നൊരു ഹൃദയം, അവനുമായിട്ട് ഇടപെടുകാൻ വേണ്ടി കുറേ പ്രത്യേക സമയം എടുത്തു വെക്കുക. അവന് വേണ്ടി അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുക. അവന് വേണ്ടി അവൻ്റെ വചനങ്ങളും അവൻ്റെ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള, കർത്താവിൻ്റെ വചനത്തിനെക്കുറിച്ചൊക്കെയുള്ള ആഴങ്ങൾ, കർത്താവിൻ്റെ വചനവും അവൻ്റെ ശ്രേഷ്ഠമായ മഹത്വങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് കർത്താവിൻ്റെ അടുത്തൊരു ഇതംപ്രദമായ ബന്ധം നമുക്ക് പുലർത്തിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോവുക, പിന്നെ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക, വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, അതൊന്നും അല്ല. കർത്താവുമായി ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടെങ്കിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ഗോഡ് ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ഗോഡ് ഈസ് ഗുഡ് എന്നാണ് ദൈവത്തിൽ പറഞ്ഞത്. രുചിച്ചറിയത്. ഇവിടെ നമുക്ക് ഇന്നല്ലോ അവന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ഹൃദയമുള്ളൊരു ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവ് അവളോട്, മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അത് ആരും അവളോട് അപഹരിക്കുമില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് ഈ നല്ല അംശം? മറിയ എന്താണ് ചെയ്തത്? മറിയ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു എന്ന് മറിയ ചെയ്തത് അത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചതേ ഉള്ളൂ. അല്ല, മറിയ വേറെ പ്രത്യേകം. എന്നാൽ കർത്താവ് മറിയ ഇത്രമാത്രം ശ്രദ്ധിക്കാൻ ഉണ്ടായ കാരണം എന്താണ്?
കാര്യം ദൈവത്തിൻ്റെ നല്ല കാര്യം കർത്താവ് ആത്മീയ അഭിനിവേശമാണ് അവർക്കുണ്ടായത്. ഒരാത്മീയ അഭിനിവേശം, ദൈവത്തെ അറിയാനുള്ള ആത്മീയ അഭിനിവേശം ആത്മീയ വളർച്ചയ്ക്ക് അനുയോജ്യമായത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ 12 ശിഷ്യന്മാരില്ല, കർത്താവിൻ്റെ വേറെ ഒരു 72 ശിഷ്യന്മാരും വേറെ മറ്റുള്ളവർ അധികം ആൾക്കാരൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കർത്താവ് ഒരു സാഹചര്യത്തിൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം. അയ്യോ, ഇത് കേട്ടപ്പോൾ അവർക്കെല്ലാം ഒരു അത്ഭുതം തോന്നി. ഇതെന്താണ് ഈ ഈ ഈ യഹൂദ റബുനി ഇങ്ങനെ പറയുന്നത്? എൻ്റെ മാംസം ഭക്ഷിക്കണമോ, എൻ്റെ രക്തം ഇവർ പാനം ചെയ്യണം? ഇതെങ്ങനെ സാധിക്കുന്നുണ്ട്? ഇതെങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഇത് കേട്ടിട്ട് അവർ തമ്മിൽ പെറുപെറുതെടുത്തിട്ട് കുറേ ആൾക്കാരെല്ലാം അവിടെ നിന്ന് വിട്ടുപോയി. പക്ഷേ കർത്താവിൻ്റെ ശിഷ്യന്മാർ വരും. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം അവിടെ ഇരിക്കുമ്പോഴത്തെ കർത്താവ് പത്രോസ് പറയും, കർത്താവ് നിനക്ക് വിട്ടു പോകാതോടാന്ന് പറയുന്നു. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിത്യജീവൻ്റെ വഴികൾ നിത്യജീവൻ്റെ വചനങ്ങൾ നിന്നിൽ നിന്ന് വരുന്നു. ഞാൻ നിങ്ങളെ വിട്ടിട്ട് എവിടാണ്? ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടാണ്? നിത്യജീവൻ്റെ വചനം നിന്നിൽ നിന്ന് വരുന്നു. നിത്യജീവൻ്റെ വചനം എന്ന് പറയാൻ കർത്താവുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു ശരീരമുണ്ട്, ഒരു ജഡീക ശരീരം. ആ ജഡീക ശരീരത്തിന് ഒരാത്മാവുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവ് വേറെ, ആത്മാവിൻ്റെ പിതാവ് വേറെ, ജഡശരീരത്തിൻ്റെ എന്നാണ് വചനം പറയുന്നത്. ഈ ജഡത്തിൻ്റെ ശരീരമായി നമ്മുടെ ബയോളജിക്കൽ ഫാദറാണ് നമുക്ക്. അതാണ് നമ്മുടെ അപ്പനും അമ്മയും എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ പിതാവ്. പക്ഷേ ആത്മാവിനൊരു പിതാവുണ്ട്. ആത്മാവിൻ്റെ പിതാവാണ് ഇവിടെ മറിയയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആത്മാവിൻ്റെ പിതാവാണ് വന്നിരിക്കുന്നത്. പിതാവാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. പിതാവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അവൾക്ക് ആത്മീയ ജ്ഞാനം, അവൾക്ക് ആത്മീയ അഭിനിവേശം അവൾക്കുണ്ട്. ആത്മീയ അഭിനിവേശമുള്ളതുകൊണ്ട് അവൾ ആ ആത്മീയ ജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവൾ അവിടെ നിൽക്കുന്നത്. അല്ല എന്തിനാ മറിയ മാർത്ത കയറി പരക്കകത്ത് കയറിപ്പോയില്ലേ? പക്ഷേ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആത്മാവിൻ്റെ അഭിനിവേശത്തിലും മറിയ കർത്താവിൻ്റെ പാദപീഠത്തിരുമ്പോൾ മറിയ കർത്താവിൽ നിന്നും ആത്മീയ ജ്ഞാനങ്ങൾ അവിടെ ഉള്ളിലുള്ള ആത്മീയ ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് അനുഭവിച്ചത്. അവളുടെ ഉള്ളിൽ അവിടെ അടക്കപ്പെട്ടിരുന്ന മറഞ്ഞു വരുന്ന ആത്മീയത്തിൻ്റെ ആ അഭിനിവേശം അവൾ ഒന്ന്. അതുകൊണ്ട് ആ അഭിനിവേശം ജഡിക സുഖത്തിൻ്റെ അല്ല. ഇപ്പം തന്നെ ദൈവത്തിന് നമ്മൾ കർത്താവ് ഒരു സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ത്രീ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ടോ? അവിടെ വന്ന് പറഞ്ഞിട്ട് അവരോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുന്നില്ലേ? അവസാനം ആ കർത്താവ് വരുന്നുണ്ട്, ആ സ്ത്രീ വരുന്നുണ്ട്, മെശിഹ വരുമ്പോൾ അവനെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു വരും. ആ സ്ത്രീ ഒന്ന് പറഞ്ഞു, ആത്മീയത്തിൻ്റെ ജഡികമായ ജീവിതം ജീവിച്ചിട്ട് അത് മലിനമായൊരു ജീവിതം ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ തൻ്റെ ആത്മാവിൻ്റെ അഭിനിവേശം കർത്താവ് മനസ്സിലായിട്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കർത്താവ് വേറെ ആരുടെയെങ്കിലും പറഞ്ഞു, ഞാൻ മശിഹയാണ്, ഞാൻ വരാനിരിക്കുന്നവൻ ഞാനാണ് മശിഹ എന്ന് കർത്താവ് ആരുടെയെങ്കിലും പറഞ്ഞു? നിക്കോദിമോസ് പറഞ്ഞോ? ആരോടും കർത്താവ് പറഞ്ഞില്ലല്ലോ. ആരോടും കർത്താവ് പറഞ്ഞില്ല. ഞാൻ അത് ശിഷ്യന്മാരോട് പറയുകയും ചെയ്ത്, ഞാൻ ക്രിസ്തുവാണ് നിങ്ങൾ ആരോടും പറയുന്നത്. മലമുകളിൽ നിന്ന് കർത്താവ് തൻ്റെ തേജസ്സിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പോലും നിങ്ങളിത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് പറഞ്ഞില്ലേ ആ സ്ത്രീകളെ, ആ സ്ഥലത്തിൽ ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞില്ലേ? പെട്ടെന്നത് ആ പേര് എനിക്ക് കിട്ടുന്നില്ല. ആ സ്ത്രീയോട് പറഞ്ഞ്, ഞാനാണ് മശിഹ, ഞാനാണെന്ന് മശിഹ പറഞ്ഞ് അത് ശമരിയാക്കാരി സ്ത്രീ. ആ സ്ത്രീ ശമരിയായിലുള്ള ആൾക്കാർ മുഴുവനും ആ സ്ത്രീയുടെ വചനം കേട്ടിട്ട് കർത്താവിൻ്റെ അടുത്ത് വരുവാനും അവർ കർത്താവിനെ നേരിട്ടറിയാനും, ഇനി നിൻ്റെ വചനത്താലല്ല ഞങ്ങൾ കർത്താവിനെ നേരിട്ട് മനസ്സിലാക്കി. അതൊക്കെ എന്താണ്? ആത്മീയ ജ്ഞാനം കൊണ്ടാണ്. പൗലോസപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഞാനിത് പറയുന്നതല്ല, പൗലോസപ്പോസ്തലൻ പറയുന്നതാണ്. പൗലോസപ്പോസ്തലൻ എബ്രായ ലേഖനം 12-9 നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം കീഴടങ്ങേണ്ടി ജീവിക്കേണ്ടതിന് ആത്മാക്കളുടെ പിതാവാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ആത്മാക്കളുടെ പിതാവ്. ആത്മാവിൻ്റെ പിതാക്കൾ വന്നപ്പോൾ എല്ലാവരും കർത്താവിൻ്റെ അടുത്തേക്ക്, ആത്മീയ ചൈതന്യമുള്ളവരെ, ആത്മീയ ബോധമുള്ളവരെ, ആത്മീയത്തിൽ വളർന്നവരെ, അവരൊക്കെയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാനും ശ്രദ്ധിക്കുവാനും. അതിലൊരാളാണ് ഈ മറിയ എന്ന് പറയുന്ന വ്യക്തി. അതാണ് മറിയ നല്ലത് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നത്. മറിയ നമ്മൾ കർത്താവിൻ്റെ നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ ജ്ഞാനമുണ്ട്, ആത്മീയ ചൈതന്യമുണ്ട്, ആത്മീയ അറിവുണ്ട്. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഇട്ടിട്ടുണ്ടത്. കർത്താവ് പിശാചനോട് എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ആത്മീയത്തിന് നമ്മൾ ആത്മീയത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ്. ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല,
മറ്റൊന്നുമല്ല ആത്മീയ ഉണർവിന് വേണ്ടി നമുക്ക് ഉതകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമ്മൾ പഠിക്കുക, മനസ്സിലാക്കിയുള്ള വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സത്യം അറിയും. സത്യം നമ്മളെ സ്വന്തമാക്കാൻ നമ്മളെ വചനം പഠിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? വചനം പഠിക്കാൻ വേണ്ടി ആരെങ്കിലും മനസ്സിലാക്കല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ വചനം അറിയണം. ഒരു വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ, ഞാൻ പറയാം സത്യമായിട്ട് നിങ്ങളോട് പറയാം, ഒരു വ്യക്തി പ്രാർത്ഥിക്കണമെങ്കിൽ അവന് വചനം പറഞ്ഞെങ്കിലേ പ്രാർത്ഥിക്കാൻ കഴിയും. എന്താ നിങ്ങൾ ദൈവത്തിന് മുൻപിൽ പോയിരുന്നത്? അല്ലെങ്കിൽ വചനം ചെയ്യുന്നവൻ എന്തെങ്കിലും ഒരു ജപങ്ങൾ എന്തെങ്കിലും ചൊല്ലും. ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ വചനം അറിയണം. ദൈവത്തിൻ്റെ വചനങ്ങളെ കോട്ട് ചെയ്ത് വേണം അവൻ സംസാരിക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവം, കർത്താവേ നീ ഇങ്ങനെ അറി ചെയ്തിട്ടില്ലയോ, നീ ഇങ്ങനെ സംസാരിച്ചില്ലയോ, നിൻ്റെ ഭൃത്യന്മാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നിൻ്റെ ദാസന്മാരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലോ, ഇങ്ങനെ നിങ്ങൾക്ക് കർത്താവ് അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടില്ലോ എന്നൊക്കെ നീ അറിയാതെ നീ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? നിനക്ക് ദൈവത്തിൻ്റെ വചനം അറിയണം. എന്ന് കിട്ടും. ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നും ചെയ്ത മറ്റൊരു മനുഷ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഒബദ്യാവ് എന്ന ദൈവത്തിൻ്റെ ദാസൻ. ഒബദ്യാവിനെ ഞാൻ പറയുമ്പോൾ ഒബദ്യാവ് എന്ന നമ്മുടെ ബൈബിളിൽ 2 ഒബദ്യാവിനെ കാണുന്നുണ്ട്. ഒബദ്യാവ് ഒന്ന് ഇസ്ക്യാവ്, ദൈവത്തിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ ഇസ്രയേൽ രാജാവായ ആഹാബിൻ്റെ കൊട്ടാരത്തിലുള്ള ഭണ്ഡാര വിചാരനായ ഒബദ്യാവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അതായത് BC 860 ജീവിച്ചിരുന്നത്. രണ്ടാമത്തെ ഒബദ്യാവ് എന്ന് പറഞ്ഞിരുന്നത് യഹോവയുടെ ദാസൻ എന്നർത്ഥമുള്ള രണ്ടാമത്തെ ദാസൻ ഒബദ്യാവ് നമ്മുടെ പ്രവാചകനാണ്. പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവാചകൻ, ഒബദ്യാവ് പ്രവാചകൻ. അദ്ദേഹം BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതും BC 586 ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ഈ ഒബദ്യാവ് എന്ന് പറഞ്ഞത്. ഒബദ്യാവ് എന്ന് പറഞ്ഞിട്ടുള്ള യഹോവയുടെ ദാസൻ എന്ന അർത്ഥമുള്ളൂ. പരിശുദ്ധ പുസ്തകത്തിൽ 13 പ്രാവശ്യം ഒബദ്യാവിൻ്റെ പേരുകളുണ്ടെന്നാണ് ബൈബിൾ വിദഗ്ധന്മാർ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കൊട്ടാരത്തിൻ്റെ വിചാരകനായ ഒബദ്യാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കൊട്ടാര വിചാരകനായ ഒബദ്യാവിനെ കുറിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തെ നമുക്ക് പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹാബ് രാജാവിൻ്റെ ഭാര്യ യെസബെലിൻ്റെയും ഒരു യഹോവ വിരുദ്ധ സ്ത്രീയായിരുന്നു, ഒരു ദുഷ്ടയായ സ്ത്രീ. ദൈവത്തിൻ്റെ ദാസന്മാരെയെല്ലാം പ്രവാചകന്മാരെയെല്ലാം കൊന്നൊടുക്കൊണ്ടേയിരിക്കും. ഇതിവിടെ യഹോവ വിരുദ്ധയായിരുന്നു, അവൾ ദുഷ്ടസ്ത്രീയായിരുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഏലിയാവ് എങ്ങനെ അവർ പട്ടിടപെട്ടതും അതൊക്കെ സംഭവങ്ങളൊക്കെ വന്നതും വറവ് വന്നതും തീ ഇറങ്ങി ബലിപിടക്കെത്തിയ സംഭവങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ. ഞാൻ നിങ്ങളത് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കൊട്ടാരത്തിലെ കാര്യവിചാരനായിരുന്നു ഈ ഒബദ്യാവ് ഏലിയാവിൻ്റെ ഒരു കൂട്ടുകാരനുമാണ്. കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം പറയുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒബദ്യാവാണ്. ഒബദ്യാവ് എന്താ ചെയ്യുന്നത്? ഈ ദൈവത്തിൻ്റെ ദാസന്മാർ യഹോവ ഭക്തന്മാരൊക്കെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് ഒബദ്യാവിൻ്റെയും 50-100 ദാസന്മാർ, 50 ദൈവത്തിൻ്റെ ദാസന്മാരെ 50-100 പേരുമൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് അവർക്ക് സമയത്തിന് ആഹാരവും ഭക്ഷണവും വെള്ളവും എല്ലാം സമയത്ത് കൊടുത്തുകൊണ്ടിരിക്കും. രാജാവ് അറിയാതെ, കൊട്ടാരം അറിയാതെ, ആരും അറിയാതെ ദൈവത്തെ. ഈ സംഭവത്തെക്കുറിച്ചാണ് യഹോവയായ ദൈവം ഏലിയാവിനോട് പറയുന്നത്. ഏലിയാവ് പറയും, കർത്താവേ നിന്റെ ബലിപീഠങ്ങളും മന്ദിരങ്ങളും എല്ലാം തല്ലി തകർത്ത് നിന്റെ പ്രവാചകന്മാരെയും നിന്റെ ദാസന്മാരെയും എല്ലാം കൊന്നൊടുക്കി ഞാൻ ഒരുവൻ മാത്രം വന്നിരിക്കുന്നു പറയുമ്പോൾ യഹോവയെ നീ എന്തോടാ പറയുന്നത്? യഹോവ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഒരുവനാണ് ഈ ഒബദ്യാവ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന ഒരു ദാസനല്ലേ ഒബദ്യാവ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന എത്രയെത്ര ദൈവമക്കൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പരിശുദ്ധ പുസ്തകത്തിൽ. നമുക്കറിയാലോ, ദാവീദിനെ നമുക്കറിയാലോ. ദാവീദ് ഫെലിസ്ത്യരെ പേടിച്ച് ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ദാവീദ് അബ്ദുല്ല ഗുഹയിൽ ഉറിഞ്ഞിരിക്കുന്ന സമയം ഗുഹയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ആ ഫെലിസ്ത്യരെ പേടിച്ചിട്ട്. അവർ കണ്ടാക്കൂല്ലോ, അവർ ഫെലിസ്ത്യരെന്ന് അന്ന് ദാവീദ് രാജാവൊന്നും ആയിട്ടില്ല. അങ്ങനെ ഫെലിസ്ത്യരെ പേടിച്ചിട്ട് അത് എന്നാലും സൈന്യത്തിൻ്റെ അദ്ദേഹത്തെ നമുക്ക് പരിശുദ്ധ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ആലംബമില്ലാത്തവരും ആശ്രയമില്ലാത്തവരും ഒന്നുമില്ലാത്തവർക്ക് ദാവീദിൻ്റെ കൂടെ കൂടിയതായൊരു സംഭവമൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട്. അങ്ങനെ ദാവീദ് ഇങ്ങനെ അദുല്ലാം ഗുഹ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അദുല്ലാം ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ സമയത്ത് ദാവീദിൻ്റെ കാര്യവിചാരന്മാരും അംഗരക്ഷകരൊക്കെ ഒരു 3 പേര് ദാവീദിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദാവീദ് അവരോട് ഒന്നും കൂടാതെ അങ്ങ് പറയാം, അയ്യോ എനിക്ക് ദാഹിക്കുന്നില്ല, എനിക്ക് വെള്ളം ഇവിടെ നിന്നാണ് കിട്ടുന്നത്, ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ദാഹം വന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവം അവരെന്ത് ചെയ്ത് ദാവീദ് മയങ്ങിയൊക്കെ അങ്ങ് കടന്ന് അവിടെ ഒന്ന് മയങ്ങി അവിടെ ഇരുന്ന്. കാര്യം വെള്ളം എടുക്കാൻ പോകുന്ന എവിടെ ഇരിക്കുന്നത്? അവിടെ ബത്ലഹേമിൽ അവിടെ അന്ന് പലസ്തീർക്ക് ഒരു കാവൽ പട്ടാളമുണ്ട്. ആ കാവൽ പട്ടാളത്തിൻ്റെ അടുത്തൊരു കിണറുണ്ട്.
അപ്പോൾ അവിടെ കാപ്പട്ടളത്തിനടുത്ത് കിണറിനടുത്ത് ആരാണ് വെള്ളം കോരാൻ പോകുന്നത്? വെള്ളം കോരാൻ അഥവാ ആരെങ്കിലും വെള്ളം കോരാൻ പോയി കഴിഞ്ഞാൽ ഈ ഈ സൈന്യത്തിലിരിക്കുന്ന ഈ ദാവീദിൻ്റെ ഈ അംഗരക്ഷകൻ ഒരുവനോടെ വെള്ളം കോരാൻ ഒന്ന് രണ്ടുപേരോടെ വെള്ളം കോരാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് അറിയാവോ? അവർ ഇവരിവിടെ കാണും, ഈ ആരാണ്, എന്താണ്, എങ്ങോട്ട് വന്ന് ദാവീദിൻ്റെ ഒരു സൈന്യാധിപനല്ലേ, എന്തിനാണ് ഇവിടെ വന്നത്? ദാവീദ് എവിടെ ഇരിക്കുന്നത്? പല വത്യം അവനെ പിടിച്ചുകൊണ്ട് കുട്ടാരത്തിൽ കൊണ്ടുവന്ന് അവനെ ചിത്രവധം ചെയ്ത് അവനെ കൊണ്ട് എന്തെല്ലാം ചിത്രവം ചിരിക്കാവോ അതെല്ലാം ചെയ്ത് ദാവീദ് എവിടെയാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കും. പക്ഷെ ഇവർ പറയുമോ? മരിക്കാൻ പോലും അവർ പറയുകയില്ല. ദാവീദ് എവിടെ ആയിരിക്കുന്നു ഒരിക്കലും അവർ പറയുകയില്ല. അങ്ങനത്തെയുള്ള സാഹചര്യമാണെന്ന് ദാവീദിന് ശരിക്കും അറിയാം. ദാവീദ് അല്പം ഒന്ന് മടങ്ങിക്കഴിഞ്ഞാൽ ഉണർന്നിട്ട് ഇതാ വെള്ളമുണ്ട്, ഞങ്ങൾ കൊണ്ടുപോയി വെള്ളം കൊണ്ടുവന്ന് ദാവീദ് അത്ഭുതപ്പെട്ടു. അയ്യോ, നിങ്ങളെവിടെ പോയോടെ, എങ്ങനെ വെള്ളം കൊണ്ടുവന്ന്? ദാവീദ്, ഇത് വെള്ളമല്ല, നിങ്ങളുടെ രക്തമാണ്, ഇത് കുടിക്കാൻ ഞാൻ യോഗ്യനേ അല്ല, ഈ വെള്ളം കുടിക്കാൻ ഞാൻ യോഗ്യനല്ല, ഈ വെള്ളം ഞാൻ എൻ്റെ യഹോവയായ ദൈവത്തിന് ഞാൻ നിവേദിക്കുന്നു എന്ന് പറഞ്ഞ് ആ വെള്ളം ദാവീദ് താഴേക്ക് ഒഴിച്ചു കളഞ്ഞു. ഇത് ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്ന, ദൈവത്തിന് അതിഷ്ടമുള്ളൊരു പ്രവൃത്തിയാണെന്നോ അത്? എന്തോ ഒരു സമർപ്പണമാണ് ചെയ്തത്. പണവും പ്രതാപവും സ്ഥാനവും, കുറച്ച് പണം കൊടുക്കുക, കുറച്ച് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക, അതൊന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമറിയുക എന്നുള്ളത് അതൊരു ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത്, അതാണ് നമുക്ക് പറയുന്നത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ധന്യമായ ഒരു പ്രവൃത്തിയാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് അടുക്കണം. നമ്മുടെ കൂട്ടുകാരൻ്റെ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കൂട്ടുകാരനായി സംസാരിക്കും, ഇടപെടും, അവൻ്റെ ഇഷ്ടമറിയും. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കർത്താവ്. ബൈബിളിൽ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, യഹോവയുടെ ഭക്തന്മാർ അവൻ്റെ സഖിത്വം അനുഭവിക്കുന്നു. സഖി എന്നാണ് പറഞ്ഞത്, അവൻ്റെ സഖിത്വം അനുഭവിക്കുന്നതാണ് പറയുന്നത്. അതാണ് ദൈവം, കർത്താവ് തൻ്റെ ശിഷ്യന്മാരും. അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനം നമ്മളോട് അകത്തിരിക്കുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ തെറ്റ് ചെയ്താലും കുറ്റം ചെയ്താലും എല്ലാം അവൻ ക്ഷമിക്കും. നമ്മൾ ഫസ്റ്റിൽ നമുക്കൊരു യഹോവയുടെ ദാസനാകാൻ ശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ യഹോവയുടെ ഇഷ്ടമനുസരിച്ച് ചെയ്ത വേറൊരു വ്യക്തിയെ ഞാൻ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ പുസ്തകത്തിൽ കർത്താവ്, യഹോവ, ദൈവത്തിൻ്റെ പുത്രൻ എന്നൊന്നുമില്ലാത്ത ഒരു ഭാഗമുണ്ട്, ബൈബിളിൻ്റെ ഭാഗമുണ്ട്. അതെന്താണെന്നറിയാമോ? എസ്തർ എന്ന് പറഞ്ഞൊരു പുസ്തകം, എസ്തർ എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിനകത്ത് കർത്താവ് ഒളിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ മക്കളെ സഹായിക്കുന്ന, തൻ്റെ ജനത്തെ സഹായിക്കുന്ന, തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന ഒരു വലിയൊരു പുസ്തകമാണ് എസ്തറിൻ്റെ പുസ്തകം. ആ എസ്തറിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, ദൈവത്തിന് യൂതന്മാർക്കുണ്ടായ ആ വലിയൊരു അപകടം മണത്തെറിഞ്ഞ് ദൈവം ചെയ്ത പ്രവൃത്തി അത്ഭുത ബന്ധമാണ്. ഞാൻ എസ്തറിൻ്റെ പുസ്തകത്തിൽ സംഭവങ്ങളെ ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊടുക്കത്തില്ല, അത് നിങ്ങൾക്കതെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഞാനതിൻ്റെ കാതലായ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് കേട്ടോ. കാര്യം എസ്തറിൻ്റെ ആ പുസ്തകത്തിലെ ഏറ്റവുമുള്ള ടേണിംഗ് പോയിന്റ് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും വലിയ? ഞാൻ ആ സംഭവം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പുസ്തകം പോയി ബൈബിളിൽ ഉള്ള ഒരു ഭാഗമാണ് എസ്തറിൻ്റെ പുസ്തകം, നിങ്ങളെടുത്ത് വായിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിനകത്ത് ടേണിംഗ് പോയിന്റ് എന്താണ് നിങ്ങൾക്കറിയാവുന്ന ടേണിംഗ് പോയിന്റ്. ആ പുസ്തകത്തിലെ ടേണിംഗ് പോയിന്റ് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്താണ്? ആ രാത്രിയിൽ, ഏത് രാത്രിയിലും പിറ്റേ ദിവസം മൊർദെഖായിയെ തൂക്കാൻ കൊള്ളുകയാണ്. ഹാമാൻ എന്ന മന്ത്രി അവൻ സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കുകയാണ്. 75 മുഴം ഉയരമുള്ള കഴുകുമരം ഉയർത്തിയിട്ട് നാളെ രാവിലെ ഇവനെ തൂക്കാൻ വേണ്ടി ഇവർക്കുള്ള സന്തോഷത്തിൽ ആദിത്യത്തിൽ അങ്ങനെ സന്തോഷിക്കുമ്പോൾ ആ രാത്രിയിൽ ഉണ്ടായ ടേണിംഗ് പോയിന്റ് എന്താണെന്നറിയോ? രാജാവായ അഹശ്വേരോസ് രാജാവ് ഉറക്കം വന്നില്ല. അദ്ദേഹത്തിന് ഉറക്കം വരാത്ത, രാജാക്കന്മാർക്ക് ഉറക്കം വരാത്ത സംഭവമൊന്നും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഉറക്കം വരാത്ത. രാജാക്കന്മാർക്ക് ഉറക്കം വരാത്ത സംഭവം നമുക്കറിയാം. ദാര്യാവേശന് ഒരു രാത്രി ഉറക്കം വന്നില്ല. ആ രാത്രി, പർട്ടിക്കുലർ രാത്രിയിൽ ഉറക്കം വന്നില്ല. എന്തുകൊണ്ടാണ്? കാര്യം ദാനിയേലിനെ സിംഹത്തിങ്ങനെ ഗുഹയിൽ ഇട്ട് കഴിഞ്ഞു, ഗുഹയിലിട്ട് കഴിഞ്ഞു. രക്ഷിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായില്ല, ഗുഹയിലിട്ട് കഴിഞ്ഞു. രാജാവിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാൻ രാജാവ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് രാജാവ് അന്ന് രാത്രി ഒരു പക്ഷേ രാജാവ് പ്രാർത്ഥിച്ചു കാണും. എൻ്റെ ദാസനെ രക്ഷിക്കണേ. വലിയ ഇഷ്ടമായിരുന്നു രാജാവിന് ദാനിയേലിനോട്, വളരെ ഇഷ്ടമായിരുന്നു. എന്തെങ്കിലും രാജാവിന് ദാനിയേലിനെ രക്ഷിക്കാനുള്ള പല മാർഗങ്ങളൊക്കെ നോക്കി, ഒന്നും രക്ഷിച്ചില്ല. കർത്താവ്, സാരമില്ല രാജാവേ, വിഷമിക്കേണ്ട, എൻ്റെയൊക്കെ ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയായ ദൈവം എന്നെ സഹായിക്കും, എന്നെ രക്ഷിക്കും. രാജാവ് വിഷമിക്കാതിരിക്കുക. പുലർന്നപ്പോൾ തന്നെ ഓടിച്ചെന്ന്
സിംഹത്തിൻ്റെ ഗുഹയ്ക്ക് ഓടിച്ചെന്ന് വിളിച്ചു ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിനക്കെന്ത് സംഭവിച്ചു? നിനക്കെന്തെങ്കിലും സംഭവിച്ചു? ഇല്ല രാജാവേ, എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ കർത്താവായ യഹോവയായ ദൈവം സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞാൽ എങ്ങനെയാണ് ഭക്ഷിക്കാൻ സാധിക്കുന്നത്? അത് അന്നത്തെ ആ രാജാവിൻ്റെ പോലാണ് ഇന്നത്തെ ഈ അഹശ്വേരോസ് രാജാവിന് ഉറക്കം വന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഉറക്കം വരുന്നില്ല. രാജാവ് എന്ത് ചെയ്ത്? ഭൃത്യന്മാരെ വിളിച്ച് വാടാ ഇങ്ങോട്ട്. ഭൃത്യന്മാരാണ് ഇരിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുപോയി ഓരോ ദിവസവും എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ദിനവൃത്താന്ത ആ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. പുസ്തകം എടുത്തിട്ട് വായിച്ച് പോകുമ്പോഴാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാജാവിനെ, ഞാൻ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിനെ വധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന രഹസ്യബന്ധം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് അവളെ രക്ഷിച്ചതാരാണ്? ഈ മൊർദെഖായിയാണ്, എസ്തറിൻ്റെ വല്യപ്പൻ. ആ രാജാവിനെ രക്ഷിച്ച ഗൂഢാലോചനയെ രക്ഷിച്ച ആ മൊർദെഖായിയെ എന്താണ് സന്മാനം ചെയ്യുന്നത്? വിളിച്ചു ഭർത്തന്മാരെ, എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ ഗൂഢാലോചന ഉണ്ടാക്കിയ ആ ഗൂഢാലോചനയെ പൊളിച്ച് മനസ്സിലാക്കിയ മൊർദെഖായിയെ നിങ്ങൾ എങ്ങനെയാണ് സന്മാനം ചെയ്തതെന്ന് ചോദിച്ചു. ഒന്നും സന്മാനം ചെയ്തത്. വിളിക്കുക ഹാമാനെ. എന്താണ് അവനെ ചെയ്തത്? ഹാമാനെ വിളിച്ചു, സംസാരിച്ചു, എല്ലാം ചെയ്ത്. ഒരു രാജഭക്തന് കൊടുക്കേണ്ട അധികാരത്തോടും അവകാശത്തോടും അവന് കൊടുക്കേണ്ട എല്ലാ ആഡംബരത്തോടും കൂടി അവരെ നോക്കാൻ കഴിയും. അന്ന് രാജ്യത്ത് സംഗതികളെല്ലാം ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല കാര്യങ്ങളും. അത് എസ്തർ ഇടപെടുന്നു. എസ്തർ ഈ ദുഷ്ടതയ ഹാമാൻ്റെ പ്രവൃത്തികളെ ദാസനും രാജാവിന് മനസ്സിലാക്കി കൊടുക്കുകയും അവൻ തൂക്കിയ 75 മുഴമുള്ള കഴുകുമരത്തിൽ അവനെ തന്നെ തൂക്കിയതും ഇതെല്ലാം നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് അതിനകത്ത് ദൈവം തൻ്റെ മക്കളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ നമുക്ക് യാതൊരു ദൈവം നമുക്ക് ഈ പുസ്തകം തന്നില്ലേ? പരിശുദ്ധ പുസ്തകം നമുക്ക് തന്നില്ലേ? ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി, ഈ പ്രപഞ്ചത്തെ മുഴുവനും ആകാശ ഭൂമി സ്ഥലം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വീടുണ്ടാക്കിയിരിക്കട്ടെ, ഒരു വലിയ വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയിട്ട് ഒരു ധനവാനായ ഒരു പിതാവ് ഒരു വീടും ആഡംബരവും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേര് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് മക്കളുടെ പേര് രജിസ്റ്റർ ചെയ്തെല്ലാം കൊടുത്തിട്ട് പിതാവ് അവിടുന്ന് പോയി എവിടെയോ പോയി കളഞ്ഞു. ആ മക്കൾ ഇത്ര വലിയ ഈ വീട് എങ്ങനെ ഉണ്ടാക്കിയത്? ഈ വീടിൻ്റെ പ്രഭുടി, ഈ വീടിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം എങ്ങനെയാണ് നമ്മുടെ കർത്താവും ചെയ്തത്? അങ്ങനെ യഹോവയായ ദൈവം ചെയ്തത് ഈ പ്രപഞ്ചത്തെ ഇത്ര സൂപ്പറായിട്ടും ഇത്ര അത്ഭുതകരമായി ചെയ്തിട്ട് അത് ഉണ്ടാക്കിയിട്ട് തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ആർക്കാണ് കൊടുത്തത്? ദൈവത്തിൻ്റെ ദാസനെ മോശയ്ക്കാണ് ഡോക്യുമെൻ്റ്. കർത്താവ് മോശയെ വിളിച്ചിട്ട് 40 ദിവസം എവിടെ ആയിരുന്നത്? പർവ്വതത്തിലിരിക്കുകയായിരുന്നു. എല്ലാം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഘ, ആവർത്തനം 5 പുസ്തകങ്ങൾ എഴുതി. എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഈ വീടിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് അത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തപോലെ തന്നെ ദൈവം ഉണ്ടാക്കിയിട്ട് ആ ഡോക്യുമെൻറ്റേഷൻ എല്ലാം മോശയുടെ കയ്യിലേക്ക് കൊടുക്കല്ലായിരുന്നു ചെയ്തത്. അങ്ങനെയല്ലേ കർത്താവ് ചെയ്തത്? മോശയെ വിളിച്ചിട്ട് ആ ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണ് ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഞാൻ മനുഷ്യനുണ്ടാക്കിയത്, എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്, എല്ലാം എഴുതി തൂക്കിട്ട് കൊണ്ടുപോക്കട ഡോക്യുമെൻറ്റേഷൻ കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടു. നമ്മുടെ കർത്താവ് എത്ര ഉന്നതനാണ്, എത്ര ശ്രേഷ്ഠനാണ്, എത്ര മഹോന്നതനാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്കൊരു ബന്ധനങ്ങളുമില്ല. കർത്താവിൻ്റെ അടുത്തേക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചെന്നാൽ മതി. യാതൊരു വിഘ്നങ്ങളുമില്ല, യാതൊരു തടസ്സമില്ല. കർത്താവ് നിങ്ങളെ 2 കൈയിൽ നീട്ടി നമുക്ക് ദൂതപുത്രൻ്റെ സംഭവം നിങ്ങൾ ഓർത്ത് നോക്കൂ. അവൻ എന്ത് അർഹത കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് വന്നു? അവനെ പുള്ളിയില്ലേ? അവന് നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരിച്ചു കൊടുത്തില്ലേ? നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് നമുക്കെല്ലാം ലഭിച്ചു കിട്ടും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. നമ്മുടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കും. സ്നേഹവാനായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മഹത്വപ്പെട്ട കർത്താവേ, വചനം കേട്ട് ഓരോ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണം കർത്താവേ. അവർക്ക് വചനത്തെ ഞങ്ങളുടെ കർത്താവേ, നമ്മുടെ കർത്താവിന് ഒന്ന് രുചിച്ച് നോക്കുവാനുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരാഗ്രഹം അവരുടെ ഹൃദയത്തിൽ കുറിക്കണം കർത്താവേ. അതുകൊണ്ട് കർത്താവിനെ അറിയുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അവരനുഭവിക്കുന്ന കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും എല്ലാം കർത്താവെ, അവരുടെ രോഗങ്ങൾ അവർക്ക് സംഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും നീ മാറ്റിക്കൊടുത്തിട്ട് ഒരു പുതിയ അനുഭവം അവരുടെ ജീവിതത്തിൽ വരുത്തു കർത്താവെ. അപ്പോൾ അവർ കർത്താവിനെ ആരാധിക്കുന്ന ഒരു മക്കളായി തീരുമല്ല കർത്താവ്. അതിനുവേണ്ടി നീ ഒരിക്കലും അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം കർത്താവ്. യേശുക്രിസ്തു എല്ലാവരുടെയും വേണ്ടി ഉണ്ടായിരുന്നു. മാറകണ്ട്. ആമേൻ, ആമേൻ.